അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പം നമ്മുടെ ഇവിടങ്ങളിലൊക്കെ നടക്കുന്നൊരു സംഭവമാണ് കേട്ടോ. ഞാൻ ഈവനിങ് മുതലാണ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ വഴിയെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വിടാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചു വാരിയൊക്കെ എടുത്തു. പിന്നെ ഇതാ അയാൻകുട്ടി ഒന്ന് ഫുട്ബോളൊക്കെ കളിക്കുകയാണ് കേട്ടോ. ഇത് സാറ്റർഡേ മുതലുള്ള വ്ലോഗാണ്, സാറ്റർഡേ ഈവനിങ് മുതലുള്ള വ്ലോഗാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതാ ഇനി ചായയൊക്കെ ഉണ്ടാക്കണം. ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിനി കുറേ അധികം പരിപാടികളുണ്ട്. നെയ്യെടുക്കണം, നാളേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. ചിക്കനും ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ഉഴുന്നുവട മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉഴുന്നുവട ഭയങ്കര ഒരു ക്രേസായി മാറുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പുവട മേടിച്ചത് നമ്മൾ ഉച്ചയ്ക്ക് രസവടയാക്കിയിട്ട് കഴിച്ചു കേട്ടോ. അത് ഇതാ ഞാനൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഒരു വാഴക്ക ബജി ഉണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ കല്ലിൽ വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പി ഇത് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മൾ ചായയും കൂടി ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. വേഗം നമ്മുടെ താജ്മഹൽ പൗഡറാണ്. എൻ്റെ അടുത്ത് കുറേ ആൾക്കാരത് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏതാണ് ചായപ്പൊടി എന്നുള്ളത്. താജ്മഹലാണ് യൂസ് ചെയ്യണത്. അങ്ങനെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. എല്ലാം വഴിയെ ഞാൻ വായിക്കാം. പിന്നെ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയില്ലേ? നിങ്ങൾ എപ്പിസോഡൊക്കെ കാണാറുണ്ടോ? ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ? ഞാൻ കാണാറുണ്ട് കേട്ടോ. എനിക്കറിയില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായത് ആരുടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഖിൽമാരാരുടെ ആ ഒരു സീസൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. ജാസ്മിൻ്റെ സീസൺ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷേ ജാസ്മിൻ പുറത്തിറങ്ങിയ പിന്നെ എനിക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ ഫോളോ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ജാസ്മിൻ്റെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ കാണാറൊന്നുമില്ല. അപ്പോൾ പിന്നെ ആരിനെ പേർലിമാണി, രഞ്ജിനി ഹരിദാസ് അവരുടെ സീസൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അതൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുന്നത്, എനിക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ എന്നോട്. പിന്നെ ഡോക്ടർ റോബിൻ, അതിൻ്റെ ഇഷ്ടമായിരുന്നു. ദിൽഷ അല്ലേ, അവരുടെ സീസണും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെയൊക്കെ അത്രയ്ക്ക് അങ്ങ് പറ്റുകയും ചെയ്തില്ല. അപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു. ഇന്നലെ ഇരുന്ന് ഹോട്ട്സ്റ്റാറിൽ ഇരുന്ന് കണ്ടു. ടി വിയിൽ കാണാറില്ല. ടി വിയിൽ കാണാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ ആർക്കും ബിഗ് ബോസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ടി വിയിൽ കണ്ടില്ല. അപ്പോൾ വന്ന കണ്ടസ്റ്റൻസിൽ ആരിനെയും നമുക്ക് അങ്ങനെ അറിയൊന്നുമില്ല അല്ലേ. നിങ്ങൾക്കൊക്കെ കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ആരിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളിങ്ങനെ എപ്പിസോഡ് കഴിയെ അറിയാമല്ലേ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഉമ്മ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നാളേക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എഴുതണ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എന്തോ ഇവള് ഭയങ്കരമായിട്ട് പഠിക്കുകയാണെന്ന്. എവിടെ എത്ര മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ എഴുതണമെന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ പിന്നെ വേഗം അതൊക്കെ എഴുതി അയൻകുട്ടി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. നമ്മൾ അതിനൊക്കെ ഒന്ന് ഇനി എടുത്ത് മാറ്റി വെക്കണം. ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം അവിടെ നിന്ന് വെച്ചിട്ടുണ്ട്. നെയ്യെടുക്കണം. ഇതാ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ച് നമ്മൾ വെണ്ണ ആദ്യം എടുത്തിട്ടുണ്ട്. ഈ വെണ്ണനെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കണം. ഇതേ തന്നെ ബട്ടർ ആക്കിയിട്ട് നമുക്ക് കുറച്ച് ബട്ടറിന് വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു എയർ ടൈറ്റ് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ബട്ടറിൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ വെണ്ണയൊക്കെ എടുത്തു. ഇപ്രാവശ്യം ഞാൻ ബട്ടറിന് വേണ്ടിയിട്ട് സ്പെഷ്യലി മാറ്റിയൊന്നും വെച്ചിട്ടില്ല. ഇവിടെ ഉണ്ട് കുറച്ചുകൂടി ക്രീം. അപ്പോൾ അത് നമുക്ക് ബട്ടർ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നന്നാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ആക്കിയെടുക്കുകയാണ്. വലിയ ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ നെയ്യ് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ അതൊന്ന് സെറ്റായി വരിക.
അടിയിലൊന്നും പിടിക്കാണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല. വേറെ വല്ല പാത്രമാണെങ്കിൽ അടി പിടിച്ചിട്ട് ആ പാത്രത്തിനെ കഴുകിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ പറഞ്ഞാൽ അതിന് ഒന്ന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ അഴുക്കുകളൊക്കെ എടുത്ത് പിന്നെ മണലോ എന്തോ ഇട്ടുകൊണ്ടോ അരച്ചിട്ടൊക്കെ മമ്മി കഴുകണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ. പിന്നെ ഞാൻ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ നോൺ സ്റ്റിക്കിൽ തന്നെ എടുക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നെയ്യൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ക വന്നത്. സാറ്റർഡേ നൈറ്റിലാണ് കേട്ടോ ഇക്ക എത്തിയത്. വന്നപാടെ ഇക്ക ചിക്കൻ സാലഡൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി. ചിക്കൻ സാലഡ് എന്ന് പറഞ്ഞാൽ അതിലൊന്നുമില്ല, പുഴുങ്ങിയ പോലെ ഉണ്ട് കേട്ടോ. എനിക്കത് അത്രയ്ക്ക് അങ്ങ് പറ്റിയോ ചോദിച്ചാൽ ഞാൻ ഷെസ്വാൻ സോസ് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത്. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇക്ക കുളിക്കാൻ പോയേക്കുവാണ്. ഞാൻ ചായയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പഴം വാട്ടി വെച്ചത് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്ന് ചൂടാക്കി കൊടുത്തു. മിച്ചറും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് എടുത്ത് കഴിക്കുമല്ലോ. അപ്പോൾ ഇത് ഇത്തിരി മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആൾക്കിപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചൊക്കെ വയറൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ബീഫ് വറുത്തരച്ച കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ രാവിലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് കഴിഞ്ഞ് അവിടെ മാറ്റി വെച്ച ശേഷം ഞാൻ കുറേ അധികം പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ബീഫ് വെള്ളം വറ്റിക്കാൻ വേണ്ടി വെച്ചു. അതുപോലെ ചിക്കനൊക്കെ ഒന്ന് കഴുകിയാണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അപ്പോൾ രാവിലെ നമുക്ക് കുറേ പണികൾ അങ്ങനെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അത്രയ്ക്ക് അങ്ങ് ഹെവി ആവില്ല. എന്നാലും ഹെവി ആകും. നമ്മൾ 3 നേരവും അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പള്ളിയിലെ ഉസ്താദ്മാർക്ക് ഒരു നിർബന്ധമില്ല ഇന്ന ഫുഡ് തന്നെ ഞങ്ങൾക്ക് വേണം എന്നുള്ളതൊന്നും. പക്ഷേ നമുക്കൊരു 3-4 മാസം കൂടുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം വരുന്നത്. അപ്പം ഞാൻ എൻ്റെ മാക്സിമം കഴിവ് പുറത്തെടുക്കാറുണ്ട്. അവർക്ക് പറ്റാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ലെമൺ ജ്യൂസാണ് കേട്ടോ താഴെ ഇങ്ങനെ വീണത്. അപ്പോൾ ഇതാണ് ചിക്കൻ സാലഡ്. ഇക്ക കഴിച്ചിട്ട് അതിൻ്റെ ബാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ഉച്ചയ്ക്ക് അതാ കഴിച്ചതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ദോശയും പിന്നെ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ സാലഡ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണില്ല എന്ന് വിചാരിച്ച് ചിക്കൻ മാത്രം കഴിക്കുകയാണ്. അപ്പോൾ മോനിങ്ങനെ ഭയങ്കര ടേസ്റ്റിൽ ഓരോന്ന് പറയുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, സാമ്പാർ അടിപൊളി, അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശരി ഒരു ദോശ കഴിക്കാമെന്നും പറഞ്ഞ് ഞാൻ കഴിച്ചു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ 3 നേരം ആഹാരം കഴിക്കുന്നുണ്ട്. 2 നേരമാണ് ഞാൻ പൊതുവേ കഴിക്കാറ്. 2 നേരം കഴിക്കുമ്പോൾ എൻ്റെ വെയിറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോവും. 1 നേരം എക്സ്ട്രാ കഴിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ ദേഹത്ത് കാണുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ജിമ്മിൽ നല്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ട് ഡയറ്റൊക്കെ പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴോ തടി കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പിന്നെ ഡയറ്റൊന്നും ഇല്ലല്ലോ, അപ്പോൾ തടിയൊന്നും കുറയുന്നില്ല. ഒരുവിധം കൂടാണ്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് 1 കിലോ കൂടും അല്ലെങ്കിൽ 2 കിലോ കൂടും. അത് പിന്നെ നെക്സ്റ്റ് വീക്ക് ഞാനൊന്ന് ഫുഡൊന്ന് കൺട്രോൾ ചെയ്താൽ അത് അങ്ങനെ കുറയും ചെയ്യും കേട്ടോ. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ്. കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സുന്ദരിയായിട്ടുണ്ട്. പുട്ടിന് പഴം വാട്ടിയത് കഴിച്ചിട്ടില്ല. ശരിയാണ്, വാക്ക് മുറിവുണ്ടാക്കും മുറിവ് ഉണക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് വാക്കുകൾ കൊണ്ട് ഒരാളെ വേദനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും കഴിയും. ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ ഇങ്ങനെ വാക്കിനെക്കുറിച്ച് സംസാരിച്ചുണ്ടായിരുന്നേ. അപ്പോൾ അതിന് കിട്ടിയൊരു റിപ്ലൈ ആണ്, നല്ലൊരു റിപ്ലൈ ആണ് കേട്ടോ അത്. പിന്നെ ഇത്ത സൂപ്പർ വീഡിയോ, ഹായ് ജിനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടൈറ്റിലിൽ പ്ലാവ് മുക്കാൻ കാരണം എന്നാണ് കൊടുത്തേക്കുന്നത്. അത് തെറ്റിപ്പോയതാട്ടോ. മുറിക്കാൻ എഴുതിയത് മുക്കാൻ എന്നായിപ്പോയി. അങ്ങനെ അടുക്കളയിലത്തെ പണികളൊക്കെ ഏറെക്കുറെ തീർത്തിട്ട് ഞാൻ ജനലും കാര്യങ്ങളൊക്കെ അടച്ച് കിച്ചൺ വിട്ട് അങ്ങ് പോവുകയാണ്. ഇനി നാളെ നേരത്തെ എണീക്കണം. സൺഡേ ആയതുകൊണ്ട് ജിമ്മില്ലല്ലോ. അപ്പോൾ പിന്നെ എണീച്ച പാടെ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് ആണ്. ഞാൻ നേരത്തെ എണീച്ചിരുന്നു. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയിൽ കയറുമ്പോൾ ഒരു 5:30 ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിന്നത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇടിയപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കറി മാത്രം വേഗം റെഡിയാക്കിയാൽ മതിയല്ലോ. തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇടിയപ്പം ഇപ്പം എനിക്ക് ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇന്ന് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിച്ചപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് പോയിട്ടോ. കഴിച്ചിട്ട് നല്ല അഭിപ്രായം കേൾക്കുമ്പം അത് വേറൊരു വൈബ് തന്നെയാണ് അല്ലേ.
മോൻ 2 വീലർ ഓടിക്കാൻ അറിഞ്ഞൂടാ, ഇന്നത്തെ കാലത്ത് അതിശയമാണെന്നാണ് പറയുന്നത്. എൻ്റെ മോനിക്ക് 18 വയസ്സാവാണ്ട് പഠിപ്പിക്കൂല എന്ന് വിചാരിച്ചിട്ടാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ നേരത്തെ വിചാരിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കതൊരു അതിശയമായിട്ട് തോന്നുന്നില്ല കേട്ടോ. നിങ്ങളൊക്കെ നേരത്തെ മേ ബി പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ പിന്നെ 2 വീലർ ഇല്ലല്ലോ. 2 വീലർ ഉണ്ടെങ്കിൽ അവന് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. അങ്ങനെ ആണ് അത്. ഞാൻ പഠിക്കാത്തത് വളരെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ലോജിക്ക് ഉണ്ട്. ഇവന് 18 വയസ്സ് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതല്ലേ അതിൻ്റെ ഒരു രീതി. അങ്ങനെ രാവിലെ എണീച്ചതാ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ തന്നെ പാല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി ചായയൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇഡലി തട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കിയത്. അതാകുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഇടിയപ്പമാണ്, തേങ്ങയുടെ സംഭവമാണ് കേട്ടോ മാറ്റിയത്. എന്നിട്ട് ഓരോ പ്രാവശ്യം ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും ഞാൻ തേങ്ങ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് വാഷിങ്ങിന് ഇടാനുണ്ടായിരുന്നു. ഇക്കാൻ്റെ വാഷിങ്ങിനൊക്കെ ഇട്ട ശേഷം ഞാൻ വേഗം പോയിട്ട് ചായ എല്ലാം കുടിച്ചു. അപ്പം നമ്മുടെ വറുത്തരച്ച കറിയുടെ റെസിപ്പി എന്തായാലും ചെയ്യേണ്ടി വരും, എനിക്കറിയാം. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ വറുക്കണ ഒന്നുകൂടി കാണിക്കുകയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് വറുക്കണത്, വേറെ ഒന്നും ഞാൻ അതിലിട്ടിട്ടില്ല. വലിയ ജീരകം ഇടുമോ അതെനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇത് മാത്രം ഇട്ടിട്ടാണ് വറുക്കണത്. ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പില ഒന്ന് ക്രിസ്പി ആവണ വരെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. പിന്നെ മസാല ഉണ്ടാക്കാം കേട്ടോ. ഇതാ എണ്ണയിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയും വലിയുള്ളിയും ധാരാളം ചേർത്തിട്ട് ഇതൊന്ന് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങന് വെള്ളം ചേർക്കാണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടോ വെള്ളം ചേർക്കാണ്ട് അരയ്ക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിശയം തോന്നി, വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ അരഞ്ഞ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസ് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി 2 എണ്ണം, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ സാമ്പാറിനൊക്കെ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കാറുണ്ട്. അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങ് എന്തായാലും വേണമല്ലോ നമ്മൾ വറുത്തരച്ച് കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മസാലകളായിട്ട് ഇതെല്ലാം കേട്ടോ. മല്ലിപ്പൊടി 1.5 സ്പൂൺ, മുളക് പൊടി 1.5 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ചേർത്തിട്ട് നമുക്കിത് ഈ മസാല ഇതിലോട്ട് അങ്ങ് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായി ഇളക്കിയിട്ട് നമുക്കിതൊന്ന് എന്താ പറയുക, ഇതിലോട്ട് വേവിച്ച് വെച്ച് നമ്മുടെ ബീഫില്ലേ അതങ്ങ് തട്ടിക്കൊടുക്കണം. വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇന്നലെ വേവിച്ച് വെച്ച ബീഫാണിത്. പിന്നെ ഈ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പീസ് മാത്രം ഇട്ടിട്ട് വേവിച്ച ബീഫാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഞാനിതിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുകയാണ്. അപ്പുറത്ത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ വെട്ടി തിളക്കൊന്നും വേണ്ട, ഏറെക്കുറെ ചൂടായ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് വരണം. ഉരുളക്കിഴങ്ങൊക്കെ വെന്തു എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം നമുക്ക് നേരത്തെ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങയില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തിട്ട് ഞാനിവിടെ എണ്ണ തെളിയണ വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറി നല്ലൊരു കളറും മണവും ഒക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം, ഒരു രക്ഷയില്ല. നന്നായിട്ട് ഇളക്കുക. നല്ല കുറുക്കുള്ള ബീഫ് കറി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ബീഫും കായൊക്കെ വെക്കുമ്പോഴും ഇങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ അത്യാവശ്യം എണ്ണ തെളിയണ വരെ ഇതൊന്നും കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ല മണമൊക്കെ അങ്ങ് മൂക്കിൽ അടിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലൊക്കെ ഇടുക കേട്ടോ സെർവ് ചെയ്യാൻ നേരത്ത്. കുറച്ച് പച്ചമുളകും ഇട്ട് കഴിഞ്ഞാൽ സംഗതി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബീഫ് കറിയൊക്കെ റെഡി. ഞാൻ ഇക്കാൻ്റെ ഡ്രസ്സൊന്ന് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്ത് അതെല്ലാം ഒന്ന് വാഷിങ്ങിന് ഇടണം. ഞാൻ വ്ളോഗ് തുടങ്ങാൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ആ ഒരു പ്രോത്സാഹനം ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് മിസ്ട്രി ഷജീർ എന്നാണ് അത്ര പേര്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ എന്തായാലും തുടങ്ങ്, നല്ല രീതിയിൽ തന്നെ പോട്ടെ. പിന്നെ ചെറുപഴം അല്ലെങ്കിൽ പപ്പടം പൊളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പുട്ടിലോട്ട് അല്ലേ. ഹലോ, വർക്കൗട്ടിലാണല്ലോ, വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര മാസമായി ജിമ്മിൽ പോകുന്നു, റിപ്ലൈ തരാതിരിക്കല്ലേ പ്ലീസ് എന്നാട്ടോ പറയണേ. ഞാൻ 2 വർഷമായിട്ട് ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അതിൽ ഞാൻ സ്കിപ്പ് ചെയ്തത് ഒരു 3-4 മാസമെങ്കിലും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ.
പിന്നെ കല്യാണി ചേച്ചി എങ്ങനെ അറിയാം, കല്യാണി ഇൻസ്റ്റയിൽ പരിചയപ്പെട്ടതാണ് കേട്ടോ. കല്യാണിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോസൊക്കെ. ഞാൻ ഫസ്റ്റ് കണ്ട വീഡിയോ ഏതായിരുന്നു, എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു സംഭവം വരൂലേ, അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു, ആഡ്സെൻസിൻ്റെ ആ സംഭവം വന്ന് അത് മേടിക്കുന്ന വീഡിയോ തോന്നുന്നു ഞാൻ കണ്ടത്. അത് കണ്ടപ്പം എനിക്കും ഇങ്ങനെയൊരു ഡേ വരുമോ, വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് കല്യാണി ഇൻസ്റ്റയിൽ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ റിപ്ലൈ കൊടുത്തു. ഞാൻ പെട്ടെന്ന് അതിശയിച്ച് പോയി, അവളെ എനിക്ക് മെസ്സേജ് അയച്ചല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്പർ ചോദിച്ചു, നമ്പർ കൊടുത്തു. അങ്ങനെ നമ്മൾ പരിചയമായി, സംസാരിച്ചു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓവറായിട്ട് കത്തിവെക്കുക അങ്ങനെയൊന്നുമില്ല, ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കും, ചില സമയത്ത് നന്നായി സംസാരിക്കും, അങ്ങനെയൊക്കെ കേട്ടോ. ഒരു പേഴ്സണൽ സ്പേസ് വിട്ടിട്ടുള്ള സംസാരം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാണ്ടിരിക്കുക, പല പ്രശ്നങ്ങൾ വരിക. ഒരു സ്പേസ് എപ്പോഴും വേണം കേട്ടോ, നമ്മൾ എല്ലാവരോടും കീപ്പ് ചെയ്യണം. ഞാൻ ഇവിടെ കടലക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലാണല്ലേ ഓരോ കാര്യങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നോട് സ്കൂട്ടി പഠിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. എപ്പോഴാണ് അവിടുത്തെ ജിമ്മ് ഓപ്പൺ ആവുകയെന്ന്, 5 മണിക്ക് ഓപ്പൺ ആവും. അന്ന് കുറച്ച് വൈകിയെന്ന് മാത്രം കേട്ടോ. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിനർ വന്നിട്ട് പിന്നെ ഓപ്പൺ ആക്കി തന്നു. അയ്യോ ഉറക്കം വരുന്നിരിക്കെ. എത്ര മണിയായിന്നറിയോ, 10:10. അപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഉമ്മയ്ക്ക് ഒന്ന് കഴുകി തന്നു. ഉസ്താദ്മാർക്കുള്ള ചായയൊക്കെ ഒന്ന് റെഡിയായി, കടലക്കറി റെഡിയായി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു അത്യാവശ്യം എന്താ പറയുക, വെള്ളം ഒഴിച്ചതൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മണം വരും കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഞാൻ മല്ലിയിലേക്ക് ഇട്ട് അതങ്ങ് കുറുക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ബീഫ് കറിയും കൂടെ റെഡിയായി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് പാക്ക് ചെയ്യണം. ഉള്ളതുകൊണ്ട് കൊണ്ടു കൊടുക്കും കേട്ടോ. കാരണം കൊണ്ടുപോകാൻ അവിടെ ആളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യൻകുട്ടി ഇക്കയും കൂടെ വണ്ടിയിൽ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. അവർ പോയി വന്ന ശേഷം മാത്രം നമുക്ക് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം ഞാൻ കാസറോളിലാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തത്, കാരണം ഈ പാത്രത്തിൽ കൊള്ളൂല എന്ന് ഉറപ്പാണ്. അപ്പോൾ കാസറോളിൽ അതിൽ വെക്കാൻ നിന്നപ്പോൾ അത് ശരിയാവില്ല എന്ന് തോന്നി. അപ്പം നമ്മളതൊന്ന് മാറ്റി ചായയും ഈ ഒരു ടിഫിൻ ക്യാരിയറും അതിൽ വെച്ചു. ബാക്കിയുള്ളത് കാറിൽ അങ്ങനെ വെച്ചിട്ട് പോയിട്ടോ. കാസറോൾ മാത്രം ബാക്കിയുള്ളത് അത് അങ്ങനെ വെച്ചിട്ടും പോവുകയും ചെയ്തു. അങ്ങനെ അവർ പോയി വരുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ ലൈവിൽ വരാമെന്ന് വിചാരിച്ചു, അതും പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇടിയപ്പവും ബീഫ് കറിയൊക്കെ കൊണ്ടുവച്ചു. പിന്നെ കടലക്കറി ഉമ്മാക്കും ഉപ്പാക്കും. കടലക്കറി ആർക്ക് വേണമെങ്കിലും കഴിക്കുക, ഉമ്മയും ഉപ്പയും ബീഫ് കറി കഴിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ കടലക്കറി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു. ഇനിയിപ്പോൾ കഴിക്കണം, ചായ കുടിക്കണം, ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഭയങ്കര ബിസി ഡേ ആണ് അല്ലേ. അപ്പോൾ ഇതാ വേഗം കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു, നല്ല സോഫ്റ്റ് ഇടിയപ്പം. എനിക്ക് ഇടിയപ്പത്തിലോട്ട് തേങ്ങ ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നല്ല കടലക്കറി, അതേപോലെ വറുത്തരച്ച ബീഫ് കറി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പികളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അങ്ങനെ എന്താണ്, FBയിൽ നമുക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. സൂപ്പർ, ഹാർട്ട് ഉണ്ട്, ലൈക്ക് ഉണ്ട്, അങ്ങനെ കുറേ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ല പഠിക്കണം. പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ കൈയും കാലും ഒടിയോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര പേടിയാണ്. ആ ഒരു സാഹചര്യം ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. കാരണം 3 പ്രാവശ്യം ഒടിഞ്ഞ കാലാണ് എൻ്റെ, ചെറിയ കാര്യങ്ങൾക്കാണ്. ഒരു പ്രാവശ്യം റിഹാൻ കുട്ടി ചെറുതായിരിക്കുമ്പോൾ, അവനക്കൊരു 2.5 വയസ്സൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളൊരു ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാലൊന്ന് ട്വിസ്റ്റ് ആയതാണ്. കാലിൻ്റെ ചെറിയ പൊട്ടലാണ്, എന്നാലും നമ്മുടെ കാല് മുടങ്ങിയില്ലേ. അത് കഴിഞ്ഞിട്ട് അവനെ തന്നെ ചീത്ത പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. വഴിക്ക് അങ്ങ് വീണ് ടിക്ക് എന്നൊരു സൗണ്ടും കേട്ടു, കാലിൻ്റെ എല്ല് പൊട്ടി. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ എല്ലിന് ബലം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നോ ജിമ്മിന് പോയി തുടങ്ങേണ്ട ആളായിരുന്നു. 30 വയസ്സ് വരെ, അല്ലെങ്കിൽ 32 വയസ്സ് വരെ ഞാൻ ഒരിക്കലും നിൽക്കാൻ പാടില്ലായിരുന്നു കേട്ടോ. ഞാൻ 2 വർഷം മുന്നെയാണ് പോകാൻ തുടങ്ങിയത്.
അപ്പോൾ ഒരിക്കലും ഇത്രയും ഗ്യാപ്പ് ഇടാൻ പാടില്ലായിരുന്നു. ഒരു 25-ലൊക്കെ പോയി തുടങ്ങേണ്ടതായിരുന്നു. എന്നാൽ എൻ്റെ ബോൺ ഡെൻസിറ്റി എനിക്ക് കീപ്പ് ചെയ്യായിരുന്നു കേട്ടോ. നമുക്ക് 30 വയസ്സിന് ശേഷമാണല്ലോ ഈ പ്രോബ്ലംസൊക്കെ വരുന്നത്. അപ്പോൾ നേരത്തെ ജിമ്മിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇമോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവരുടെ മുന്നിൽ നമുക്ക് കരയേണ്ടി വരില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓക്കെ, ഡോണ്ട് കെയർ എന്നുള്ളൊരു മെൻ്റലി അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിട്ട് വരും നമുക്ക്. അങ്ങനെ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 1 കിലോ ചിക്കനിലോട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് കേട്ടോ, ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വലിയ സ്പൂണിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ആക്കിയിട്ട് എല്ലാവിടെയും മസാല പിടിക്കട്ടെ. അതുവരെ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലോട്ടൊരു മസാലയും കൂടി നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വ്ളോഗ് കണ്ടവർ എന്തായാലും ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ വ്ളോഗ് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുത്തിട്ട് ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് വഴച്ചിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴച്ചിട്ടെടുക്കാം. ഒന്ന് അടച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗമാവും. ഞാൻ അപ്പുറത്ത് മട്ടൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് മട്ടൻ ബിരിയാണിയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഇതിൽ കാണിക്കുന്നില്ല, കുറേ കാണിച്ചതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം ഞാൻ ഇതിലോട്ട് മസാല പുരട്ടി വെച്ച് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി എടുക്കണം, അടച്ച് വെക്കണം. എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിത് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു വേവും ടേസ്റ്റും ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവുക. ഇനി നമുക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇതിനെ എന്താ പറയുക, നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തെടുത്ത് നല്ലൊരു മണവും കളറൊക്കെ വരും. അപ്പോൾ അതുവരെ കുക്കാവട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് സാലഡ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ ക്യാരറ്റും വെള്ളരിക്ക, പച്ചമുളക്, വലിയുള്ളി, തൈര്, മല്ലിയില, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ടാണ് സാലഡ് ഉണ്ടാക്കാറ്. ഉപ്പ് കുറച്ചും കൂടി ഇടണം, കുറവാണ്. അപ്പോൾ അതും സെറ്റാക്കി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഈ ഒരു ലെവലിൽ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയൊക്കെ മുകളിലോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ അങ്ങ് ഇളക്കിയെടുക്കുകയാണ്. കുറച്ചിങ്ങനെ അടി പിടിക്കണ രീതിയിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ. പിന്നെ പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, 1 കപ്പ് തേങ്ങ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇനി ഇത് നല്ലോണം ഡ്രൈ ആക്കണ വരെ കുക്ക് ചെയ്യണം. എനിക്ക് ആ ഡ്രൈ ആക്കണ വരെയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ബിരിയാണി വെക്കേണ്ട സമയമായിരുന്നു കേട്ടോ. ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. ഇനി അതെല്ലാം വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉസ്താദ്മാർക്ക് ഞാൻ 4 മണിക്ക് ഫുഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ മട്ടൻ ബിരിയാണിയുടെ മസാലയൊക്കെ ആയ ശേഷം തിളച്ച ശേഷം ഞാൻ അതിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2.5 കിലോ റൈസാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കുക, ഇളക്കി കൊടുക്കുക. അപ്പുറത്ത് ഞാൻ ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള വറ്റിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീഫ് ഡ്രൈ ഫ്രൈ, വൈകുന്നേരം ഡ്രൈ ഫ്രൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിക്കൻ ഗ്രേവിയും ഡ്രൈ ഫ്രൈയും അതേപോലെ ചപ്പാത്തിയാണ് വൈകുന്നേരം കൊടുത്തത്. പൊറോട്ട മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ട, കാരണം കഴിഞ്ഞ 2-3 പ്രാവശ്യം ഞാൻ പൊറോട്ട മേടിച്ചു കൊടുക്കുക ചെയ്തത്. ഇപ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ച് ചപ്പാത്തിയും അങ്ങനെ സെറ്റാക്കിയിട്ടാണ് വൈകുന്നേരം കൊടുത്തത് കേട്ടോ. പിന്നെ അവിടേക്കൊന്ന് വേഗം തുടച്ചെടുത്ത് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മോൻ്റെ സ്കൂളിലോട്ട് പോകണം. അവനക്ക് ഇന്നൊരു മൊമെൻറ്റോ കിട്ടുന്നുണ്ട്. ഫെൻസിങ്ങിന് ചേർന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു മൊമെൻറ്റോ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ അവനത് മേടിക്കണതിന് മുമ്പ് എത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വേഗം പണിയൊക്കെ ഒരുക്കിയത് കേട്ടോ. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കത് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കുളിക്കാൻ പോണതിന് മുമ്പ് തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇക്കാൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട ആ ഒരു സംഭവം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വേഗം എല്ലാം പാക്ക് ചെയ്തിട്ട് അവൻ്റെ ഫ്രണ്ടും ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ പള്ളിക്ക് പോയി. ഇനി അവർ വരുമ്പോഴത്തേക്കും
ലഞ്ചും കാര്യങ്ങളും റെഡിയാക്കണം, കുളിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് തീർത്ത് നമ്മളിതാ വേഗം പ്ലേറ്റുകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. റിഹാൻ ഉണ്ടായിരുന്നില്ല, അവൻ്റെ ഫ്രണ്ടാണ് കേട്ടോ പകരം ഉണ്ടായിരുന്നത്. അപ്പോൾ ടേബിളൊക്കെ ഇങ്ങോട്ട് വലിച്ച് നീക്കിയിട്ടാണ് നമ്മൾ സെർവ് ചെയ്യണത് കേട്ടോ. സൂപ്പർ വീഡിയോ. ഇത്ത അയൻകുട്ടി ഗ്ലാസ് വെച്ചിട്ട് കൊള്ളാം, ആ ചെറിയ ആൾ കൊള്ളാലോ എന്ന്. അത് കസിൻ്റെ മോനാണ് കേട്ടോ. അയൻകുട്ടിക്ക് നല്ല രസമുണ്ട് അല്ലേ. റിഹാൻ പിന്നെ ഇങ്ങനെയൊന്നും നിൽക്കൂല. ഞാൻ എൻ്റെ അടുത്ത് പറയും, എനിക്ക് ഭയങ്കര ഒരു മടിയാണ് ആൾക്ക്. ജിമ്മിൽ പോകാൻ തുടങ്ങിയ പിന്നെ അവനക്ക് സെൽഫ് ലവ് ഒരുപാട് വന്നിട്ടുണ്ട്. മറ്റേത് അവനക്കൊരു കോൺഫിഡൻറ്റ് കുറവ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിലൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ റെഡി ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഒരാളുടെ അപ്പിയറൻസിലോ ഒന്നുമല്ല കാര്യം, ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളൊരു ധൈര്യമുണ്ടോ, അതാണ് ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ ഉയർന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പേളിമാണി പണ്ട് ഒരു ഷോയിൽ പറഞ്ഞ പോലെ പൈസയിലല്ല, കൂടെ നിൽക്കുന്ന ആളിലല്ല കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു വ്യക്തിയുടെ കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് എന്ന് അവൾ പറയുന്നത് കേട്ടു. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ എനിക്ക് ഒരാളുടെ മുഖത്ത് നോക്കിയാണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് നടക്കാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏറെക്കുറെ എനിക്ക് അത് പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി കഞ്ചിക്കോടും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ പോയി തിരിച്ച് വരുന്ന വഴിയിലാണ് ഞാൻ ഡെയിലി ഫ്രഷിൽ കയറിയിട്ട് കുൽഫിയും അതുപോലെ ഐസ്ക്രീമും ഒക്കെ എടുത്തത് കേട്ടോ. നല്ല ഡയറ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ എടുത്തത്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇക്കാക്ക് കെല്ലിലൊന്ന് പോകണം, ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ഫേഷ്യലൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പോയില്ല. അപ്പോൾ ഇക്ക പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. എനിക്കിപ്പോൾ അടുത്ത് പ്രോഗ്രാമും കാര്യങ്ങളൊന്നുമില്ല. ഇക്കാക്ക് മുഖമൊക്കെ ടാൻ അടിച്ചിട്ട് ഫുള്ള് ബിസിനസ് ട്രിപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ടാൻ അടിച്ചിട്ട് ഒന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറിയൊരു മഷ്റൂം റെസിപ്പിയും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓയിൽ ഒഴിച്ചിട്ട് വലിയ ജീരകം ഇട്ട് ഇതുപോലെ ഉള്ളിയും ഒക്കെ ഒന്ന് വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തേങ്ങാക്കൊത്തും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എന്താണ് ഞാൻ ഇന്നത്തെ ഇട്ട പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, അതായത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയ ചോദ്യം ആണ് ആൾക്കാർ എന്ത് വിചാരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആൾക്കാർ എന്ത് വിചാരിക്കും, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആൾക്കാർ എന്ത് വിചാരിക്കും ഇതാണ്. പക്ഷേ അതിൽ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല, അത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ് എന്നുള്ള ഒരു കമൻറ്റ് കണ്ടു. പിന്നെ വേറൊരു കമൻറ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാരെ നോക്കിയാണ്ട് ജീവിക്കാൻ പറ്റുമോ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നും വേറൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ ഒരു വ്യക്തി എഴുതിയേക്കുന്നത് കറക്റ്റാണ്, പക്ഷെ അതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയുന്നില്ല. അത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ളൊരു സിസ്റ്റം തന്നെയാണ് അല്ലേ. നമ്മൾ എത്ര പുരോഗമനവാദം പറഞ്ഞാലും അതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയാത്ത ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും നമ്മുടെ വീട്ടമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് അല്ലേ അത്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ പുറത്ത് വരാൻ നോക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഓരോ ഏജ് കൂടുന്തോറും നമ്മുടെ ആയുസിൻ്റെ ആ ഒരു ലെങ്ത്ത് കുറഞ്ഞുകൊണ്ടേ വരികയാണെന്നുള്ളതും നമുക്ക് ആലോചിക്കണം. നാളേക്ക് പറഞ്ഞ് മാറ്റി വയ്ക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ മൊത്തം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല ചെയ്യാറ്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫ് ബോറടിക്കാറില്ല. അതേപോലെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മാത്രം കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലാണ് എല്ലാ വീടുകളിലും ഓരോ പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ. നമുക്ക് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്കും
നമ്മുടെ കാര്യങ്ങൾ പോലെ തന്നെ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈവനിങ് ചായയൊക്കെ കൊടുത്തപ്പോൾ മോൻ ആവശ്യപ്പെട്ടത് ഇന്ന് ജിനിമാൻ്റെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ഉണ്ടായി തരുമെന്നായിരുന്നു കേട്ടോ. തട്ടിക്കൂട്ടിൽ കെങ്കേമിയായി ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കുമോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം പൊറോട്ട പിസ്സ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. തക്കാളിയും അതുപോലെ വലിയുള്ളിയും ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എഗ്ഗ് പുഴുങ്ങി അതിൻ്റെ വൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ചീസ് നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയത്, അതും ലോ ഫ്ലെയിമിൽ. പിന്നെ ഇതാ ചില്ലി ഫ്ലേക്സും അതുപോലെ ഒറിഗാനോയും ചേർത്ത് കൊടുക്കുക, കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടങ്ങ് മൂടി വെക്കുക കേട്ടോ. ഈ സമയത്ത് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോ, ഉപ്പിൻ്റെ ഒരു കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ചീസെല്ലാം മെൽറ്റായ ശേഷമാണ് ഞാനിവിടെ ഓപ്പൺ ആക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കുട്ടികളെ കണ്ണിൽ പൊടിയിടാം, കളർഫുള്ളാണ്, എന്തൊരു മൊഞ്ചാലേ കാണാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റെസിപ്പികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇതാ അവന് സുഖമായി കഴിച്ചു. റിഹാൻക്ക് പിന്നെ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ ഒത്തിരി സംസാരിച്ചൊരു വ്ളോഗും കൂടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു തട്ടിക്കൂട്ട് റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.